സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം. പമ്പാ നദിയെ നമ്മളൊരു പുണ്യ നദിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ പുണ്യ നദീനെ നശിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ട് ദിവസമായിട്ട് നമ്മുടെ ശബരിമല പമ്പ ഏരിയയിൽ നമ്മളുണ്ട്. ശബരിമലയ്ക്ക് നമ്മൾ പോയില്ല, പമ്പയിലുണ്ട്. പമ്പ, എരുമേലി, അഴുത ഈ ഒരു ലൊക്കേഷനിൽ കിടന്ന് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒറ്റ ദിവസമാണ് നമുക്ക് ഷൂട്ട് ചെയ്ത് കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം സ്റ്റേ ചെയ്തു. നമുക്ക് നമ്മുടെ എരുമേലിയിലെ പേടതുള്ളിലും അതുപോലെ തന്നെ അഴുതിയൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ദിവസം നമുക്ക് പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ സാധിച്ചു ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് നമുക്ക് അന്യ സംസ്ഥാനത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഭക്തർ അയ്യപ്പനെ കാണാനായിട്ട് ഈ ഒരു പമ്പയിലേക്ക് വരുന്നത് എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി അങ്ങോട്ടെന്ന് പറയുന്നത് പമ്പയിലെ വിശേഷങ്ങളാണ്. പമ്പയിലെ ഓരോരോ വിശേഷങ്ങളും നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. പമ്പ നദിയിൽ കുളിച്ച് ആളുകൾ കയറുന്നു. അതിനുശേഷമാണ് നമ്മുടെ ശബരിമലയിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും എന്നല്ല, എന്നാലും നല്ല പെർസെൻറ്റേജ് ആളുകളും ഇവിടെ വന്ന് കുളിച്ചതിന് ശേഷം അടിവസ്ത്രം ഇവിടെ ഉപേക്ഷിച്ചതായി കാണുന്നു. അടിവസ്ത്രങ്ങളും അതുപോലെ തന്നെ അവർ കൊണ്ടുവരുന്ന ബാഹ്യ കാര്യങ്ങളെല്ലാം ഈ ഒരു പമ്പ നദിയിലൂടെ ഒഴുകി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പമ്പാ നദിയെ നമ്മളൊരു പുണ്യ നദിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ പുണ്യ നദീനെ നശിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾ ഇത് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്കിവിടെ അന്വേഷിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അന്യ സംസ്ഥാനത്തു നിന്നും അയ്യപ്പനെ കാണാൻ വന്ന ഭക്തരാണ് കൂടുതലായും ഇവിടെ അടിവസ്ത്രങ്ങൾ, ഡ്രസ്സുകളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നത് എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്ക് ഓരോ കെട്ട് കാണാൻ സാധിക്കും. ഈ കെട്ട് എന്ന് പറയുന്നത് ഈ പമ്പാ നദിയിൽ ഉപേക്ഷിക്കപ്പെട്ട അടിവസ്ത്രങ്ങളും മുണ്ടുകളും തോർത്തുകളും കളക്ട് ചെയ്ത് കെട്ടിവെച്ചിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതെന്താണ് സംഭവിക്കുക? ഈ സാധനം ഇവിടുന്ന് കൊണ്ടുപോകും. ഏതാനും നിമിഷങ്ങൾക്കാവും ഈ സാധനം ഇവിടുന്ന് കളക്ട് ചെയ്യും. ഇവിടുന്ന് കൊണ്ടുപോയി ഡ്രൈ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ മാർക്കറ്റിൽ വീണ്ടും വിൽപ്പന നടത്തും. അതാണ് നടക്കാൻ പോകുന്നത്. അത് പച്ചയായ ഒരു സത്യമാണ് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. நல்லா இருக்கு, கூட்டம் இல்லை, எல்லா சாமியும் வாங்க, கூட்டம் இருக்கு, நல்லா வந்து நல்லா தரிசனம், ஐயப்பனை பார்த்தா நல்லா தரிசனம் பண்ணிட்டு போகலாம். சாமியே சரணம்.
ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവൻ പാദം ദേവി പാദം സ്വാമി പാദം അയ്യപ്പ പാദം അയ്യപ്പ പാദം സ്വാമി പാദം സ്വാമിയേ അയ്യപ്പ അയ്യപ്പ സ്വാമിയേ ಉಂಗ್ರನಾದ ಸ್ವಾಮಿಯೇ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿಯಪ್ಪ മോക്ഷം കിട്ടിയ സ്വാമിയേ അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ എൻ്റെ പുറത്ത് കാണാൻ സാധിക്കും ആ ഒരു കവാട കടന്ന് മുകളിലേക്ക് ശബരിമലയ്ക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ അതായത് വയ്യാത്ത ആളുകൾ, അതായത് നമുക്കിപ്പം പ്രായത്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യമുള്ളവർ അവശത അനുഭവിക്കുന്ന ആളുകളെ നമ്മുടെ അയ്യപ്പനെ കാണിക്കുന്നതിന് വേണ്ടി ഇവിടുന്ന് ആളുകൾ ചുമന്നു കൊണ്ടുപോകും. ഇപ്പോൾ എത്ര ചാർജൊക്കെ എങ്ങനെയാണ് ഇത്? 6500 അപ്പ് ആൻഡ് ഡൗൺ. 6500 അപ്പ് ആൻഡ് ഡൗൺ. അത് ചേഞ്ച് ചെയ്യുമോ? ആള് മാറുമോ കുറച്ച് കഴിയുമ്പോൾ? ഇങ്ങനെ തന്നെ പോവാ? സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി അയ്യപ്പ ശരണം